സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരാനാണ് സാധ്യത. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. അലക്സ് മുഹമ്മദ് ആ വാർത്തയോട് വിവരങ്ങളുമായി. അലക്സ്, അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ട മഴയുടെ ഒരു എക്സ്റ്റൻഡ് വെർഷൻ, കുറച്ചുകൂടി കനത്ത മഴ വരും ദിവസങ്ങളിലുണ്ട് എന്ന് കരുതണോ അല്ലേ? ഹാഷ്മി, തീർച്ചയായും 2 ദിവസം അത്തരത്തിൽ അതിതീവ്ര മഴ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പല ജില്ലകളിലും ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. ഏറ്റവും ഒടുവിൽ 1 മണിക്ക് വരുന്ന അലർട്ടിലടക്കം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 14 ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിന്ന് മാത്രമല്ല, അടുത്ത വെള്ളിയാഴ്ച വരെയും സംസ്ഥാനത്ത് അത്തരത്തിൽ പരക്കെ ശക്തമായതോ അതിശക്തമായതോ അതിതീവ്രമായതോ ആയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. പ്രത്യേകിച്ച് അടുത്ത 2 ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നു. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മലയോര മേഖലയിൽ തന്നെയാണ്. ആവർത്തിച്ച് പറയുന്നു, മലയോര മേഖലയിൽ കർശനമായ ജാഗ്രത വേണം. ഈ മഴയുടെ ഒരു പ്രത്യേകത, അത് ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് മഴ ലഭിക്കുന്ന രീതിയിലാണ് മഴ പെയ്യുന്നത്. അതിനാൽ മിന്നൽ പ്രളയം, അതുപോലെ മലവെള്ളപ്പാച്ചിൽ, സമാനമായി തന്നെ വെള്ളപ്പൊക്കം, വെള്ളക്കെട്ട്, അതിനൊക്കെ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വിധത്തിൽ തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ആ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. റവന്യൂ ഉദ്യോഗസ്ഥർക്കും അതുപോലെ ബന്ധപ്പെട്ട ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർക്കടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ അവർ ഒരു കാരണവശാലും ജില്ല വിട്ട് പുറത്തു പോകരുതെന്ന നിർദ്ദേശം ഇതിനോടകം കളക്ടർമാർ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യങ്ങളെ ഏകോപിപ്പിക്കണം. ജില്ലകളിലെല്ലാം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഈ കൂടുതൽ മഴ ബാധിക്കുന്ന താലൂക്കുകളിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനാൽ കർശനമായ ജാഗ്രത പൊതുജനങ്ങളും പുലർത്തണം. ഒപ്പം കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ആവർത്തിച്ച് വരും ദിവസങ്ങൾ കനത്ത മഴ തുടരുമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന പ്രവചനം.